കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധി മറ്റൊരു കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂവിന് പോവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇന്ന് താൻ എന്തായാലും നിധിയുടെ കൂടെ കാറിൽ തനിയെ പോകുമെന്നും ആ സമയത്ത് അവളോട് മനസ്സ് തുറന്ന് സംസാരിച്ച് ആ തീരുമാനമൊന്ന് മാറ്റാൻ നോക്കണമെന്നും സുധീഷ് മനസ്സിലുറപ്പിക്കുന്നുണ്ട്. സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായി ഇറങ്ങി വരുന്ന അവിടെ നോക്കി നിൽക്കുമ്പോൾ സുധീഷിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക സന്തോഷം തോന്നി. അപ്പോഴാണ് അപ്രതീക്ഷിതമായ സുഭാഷേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത്. സുഭാഷേട്ടൻ പറയുന്നുണ്ട്, മോളെ നിധി, നിന്റെ അച്ഛൻ ഇപ്പോൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ കൂടെ വരുമായിരുന്നില്ലേ? അതുകൊണ്ട് ഞാനും കൂടി മോളുടെ കൂടെ വരാമെന്ന് സുഭാഷേട്ടൻ പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി തന്നെ സുധീഷിനെ ആകെ നിരാശയാവുന്നുണ്ട്. ഏട്ടാ, നിധിയുടെ കൂടെ പോവാൻ ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാ വെറുതെ ഏട്ടൻ വരുന്നത് എന്ന് സുധീഷ് ചോദിച്ചുവെങ്കിലും നിധി അത് കാര്യമാക്കുന്നില്ല. സാരമില്ല സുധീഷ്, സുഭാഷേട്ടൻ പറഞ്ഞതല്ലേ, ഏട്ടൻ എൻ്റെ കൂടെ വന്നോട്ടെ എന്ന് നിധി പറയുന്നതോടുകൂടി തന്നെ മൂവരും അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ നിധിയെയും കൂടെയുള്ള മറ്റൊരാളെയും റിസപ്ഷനിൽ നിന്നും വിളിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയിട്ടുണ്ട് എന്നും നാളെ രാവിലെ 10 മണിക്ക് ആക്ച്വൽ റൗണ്ടിൽ നിന്നും അയാൾ അറിയിച്ചു. സാലറി കാര്യങ്ങളും മറ്റും സംസാരിക്കാൻ മാത്രമേ ഉണ്ടാകൂ എന്ന് കേട്ടപ്പോൾ നിധിക്ക് വളരെയധികം സന്തോഷമായി. അവൾ ഓടി നേരെ സുധീഷിൻ്റെ അടുത്തേക്ക് ചെന്നു. അവളുടെ മുഖത്തെ ആ ഒരു പ്രസന്നത കണ്ടപ്പോൾ തന്നെ സുധീഷിന് കാര്യം മനസ്സിലായി. എന്താ നിധി, ഇൻ്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് റൗണ്ട് കിട്ടിയെന്നും വലിയ ടഫായിരുന്നു എന്നും താൻ നന്നായി ചെയ്തത് കൊണ്ട് തന്നെ സെലക്ട് ആയതാണെന്നും നിധി തുള്ളിച്ചാടിക്കൊണ്ട് സന്തോഷിച്ചു പറഞ്ഞു. അപ്പോൾ ജോലി ഉറപ്പായോ എന്ന സുധീഷിൻ്റെ ചോദ്യത്തിന് ഒരു റൗണ്ട് കൂടി ഉണ്ട് എന്നും അത് സാലറി ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളതാണെന്നും അതുകൊണ്ട് 99% ഉറപ്പാണെന്നും അവൾ മറുപടി നൽകി. ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുക എന്നത് തൻ്റെ സ്വപ്നമാണെന്നും അത് നിറവേറ്റാൻ പോകുന്നതിൻ്റെ ആവേശത്തിലാണ് താനേ എന്നും നിധി പറഞ്ഞു. സൂപ്പറായിട്ടുണ്ട് നിധി, കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് സുധീഷ് അവളെ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കാനാഞ്ഞു. പെട്ടെന്ന് തന്നെ നിധി അവനെ അങ്ങ് തള്ളി മാറ്റി. എന്താ സുധീഷ് ഇത് എന്ന് ചോദിച്ചപ്പോൾ, അല്ല നിധി, ഇത്രയും വലിയ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ കോളേജ് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഹഗ് ചെയ്യാറില്ലേ? ഓഫീസിലും കോളേജൊക്കെ ഇത് സാധാരണമല്ലേ? ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ഹഗ് മാത്രമായിട്ട് ഇതിനെ കണ്ടാൽ പോരെ എന്ന് ചോദിക്കാണ് സുധീഷ്. ഒടുവിൽ നിധി സമ്മതിക്കുകയും അവർ സന്തോഷത്തോടെ പരസ്പരം രണ്ടുപേരും അങ്ങ് കെട്ടിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യുന്നു. വീട്ടിലെത്തി ഈ ഒരു ഇൻ്റർവ്യൂവിന് ജോലി കിട്ടിയെന്ന കാര്യം പറഞ്ഞപ്പോൾ വീട്ടിലെ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. അടുത്ത ദിവസം തന്നെ നിധി റെഡിയായി സുധീഷിനൊപ്പം ഫൈനൽ ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഇന്ന് ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന ആത്മവിശ്വാസത്തിലാണ് അവൾ സംസാരിക്കുന്നത്. ബാഗും എടുത്ത് ഇനി വേഗം ജോലിക്ക് പോകാമല്ലോ എന്ന് സുധീഷ് കളിയാക്കി ചോദിക്കുമ്പോൾ, പിന്നല്ലാതെ ഇതെൻ്റെ എത്ര കാലത്തെ ആഗ്രഹമാണെന്ന് നിനക്കറിയില്ലേ എന്ന് നിധി തിരിച്ചു ചോദിച്ചു. അവിടെ ചെന്ന് പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടുമ്പോൾ ഞങ്ങളെയൊക്കെ മറക്കുമോ എന്ന സുധീഷിൻ്റെ ചോദ്യത്തിന് നിങ്ങളെന്തായാലും ഞാൻ മറക്കുമെന്ന് തന്നെ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാലറിയൊക്കെ നന്നായിട്ട് കിട്ടുമായിരിക്കുമല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, വലിയ കമ്പനി ആയതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നല്ല ശമ്പളം കിട്ടുമെന്നും അത് വെച്ച് ഷോപ്പിങ്ങിന് പോകണമെന്നും വീട്ടിലുള്ളവർക്കെല്ലാം തന്നെ എല്ലാം വാങ്ങിച്ചു കൊടുക്കണമെന്നും തനിക്കൊരു ബൈക്ക് വാങ്ങിക്കണമെന്നൊക്കെ നിധി സ്വപ്നങ്ങൾ പങ്കുവെച്ചു. ഇതൊക്കെ ഒരു മാസത്തെ ശമ്പളം കൊണ്ട് നടക്കുമോ എന്ന് സുധീഷ് തമാശയായി ചോദിക്കുമ്പോൾ, മാസാമാസം കിട്ടുമ്പോൾ ഓരോന്നോരോന്നായി വാങ്ങണമെന്ന് നിധി മറുപടി പറയാണ്. പണക്കാരുടെ വീട്ടിലെ മകളായിട്ടും സ്വന്തം കഷ്ടപ്പാടിൽ നിന്നും കിട്ടുന്ന കാശിന് സാധനങ്ങൾ വാങ്ങിക്കുന്നത് വലിയ സന്തോഷമാണെന്ന് അവൾ വ്യക്തമാക്കുന്നുണ്ട്. ഓഫീസിലേക്ക് എല്ലാ ദിവസവും താൻ വന്ന് ഡ്രോപ്പ് ചെയ്യണമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും കുറച്ചുനാൾ കഴിഞ്ഞാൽ താൻ സ്വന്തമായി ഒരു 2 വീലറും കാറും ഒക്കെ വാങ്ങിക്കുമെന്നും ഡിഫൻസ് കോസ്റ്റ്യൂമിൽ വന്ന് ഈ നാട് മുഴുവൻ ഡിസൈൻ ചെയ്യുന്ന വലിയൊരു ആർക്കിടെക്റ്റായി മാറുമെന്നും നിധി ഉറപ്പിച്ചു പറഞ്ഞു. ഓഫീസിന് മുന്നിലേക്ക് എത്തിയപ്പോൾ ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സുധീഷ് അവളെ ഇൻ്റർവ്യൂവിന് വേണ്ടി അവിടെ നിന്നും യാത്രയാക്കി. അങ്ങനെ റിസപ്ഷനിൽ കുറച്ചു നേരം കാത്തിരുന്നതിന് ശേഷമാണ് HR റൂമിലേക്ക് കയറാൻ നിധിക്ക് നിർദ്ദേശം ലഭിച്ചത്. വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഉള്ളിലേക്ക് കയറിയ നിധി എക്സ്ക്യൂസ് മീ സർ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. എന്നാൽ അവിടെ ഇരുന്നിരുന്ന ആള് കസേര തിരിഞ്ഞിങ്ങനെ നിധിയെ നോക്കുന്നതോടുകൂടി തന്നെ നിധി ആകെ ഷോക്കേറ്റതുപോലെ നിൽക്കുകയാണ്. അവിടെ ഇരിക്കുന്നത് മറ്റാരുമല്ല, അത് സൂര്യയായിരുന്നു. ഞെട്ടിപ്പോയ നിധി പെട്ടെന്ന് തന്നെ കസേരയിൽ നിന്നും എഴുന്നേറ്റു. എന്താ നിധി, നീ എന്തിനാ ഇങ്ങനെ ഷോക്കാവുന്നത്? ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നവൻ എങ്ങനെ ഇവിടെ HR ആയി വന്നു എന്നാണോ നീ ആലോചിക്കുന്നത് എന്ന് സൂര്യ പരിഹാസത്തോടെ ചോദിച്ചു. ഇത് തൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയാണ് എന്നും തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഒരു ഡ്രൈവറെ കല്യാണം കഴിച്ച് ഫയലും തൂക്കി ഇങ്ങനെ ഓരോ കമ്പനികളിൽ കയറി ഇറങ്ങി നടക്കുന്ന നിധിയെ കണ്ടപ്പോൾ കഷ്ടം തോന്നുന്നു എന്നും സൂര്യ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ താൻ വന്നത് HR കാണാനാണെന്നും നിന്നെ കാണാനല്ലെന്നും പറഞ്ഞുകൊണ്ട് നിധി അവിടെ നിന്നും ഇറങ്ങാൻ പോയപ്പോൾ സൂര്യ അവളെ തടഞ്ഞു നിർത്തി. താൻ പറഞ്ഞ തനിക്ക് ജോലി കിട്ടുമെന്നും നിന്നെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു രാജ്ഞിയെ പോലെ കഴിയാമായിരുന്നുവെന്നും സൂര്യ വീമ്പ് പറഞ്ഞു. വെറും ഒരു 10,000 രൂപ ശമ്പളത്തിന് വെയിലത്ത് നടന്ന് ജോലി തേടുന്നത് എന്തിനാണെന്നും തൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും എല്ലാം മറന്ന് കൂടെ കൂട്ടാമെന്നും സൂര്യ പറയുന്നുണ്ട്. പക്ഷേ നിധി അപ്പോഴും അവനെ ദേഷ്യത്തോടെ തന്നെ നോക്കുകയാണ് ചെയ്തത്. നിധി ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്.
നീ ചെയ്ത പാപത്തിന് എൻ്റെ മുന്നിൽ ഇങ്ങനെ അപമാനിതയാകുന്നത് നിന്റെ കർമ്മഫലമാണെന്നൊക്കെ പറഞ്ഞ് സൂര്യ അങ്ങ് പൊട്ടിച്ചിരിച്ചു. അപമാനഭാരത്താൽ നിധി അവിടെ നിന്നും ഇറങ്ങിയോടി. പുറത്തേക്കിറങ്ങിയ നിധിയുടെ മുഖത്തെ വിഷമം കണ്ടുകൊണ്ട് തന്നെ സുധീഷ് കാര്യം തിരക്കി. ജോലി കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മറുപടി ലഭിച്ചു. എന്നാൽ സൂര്യയ്ക്ക് ഈ ഒരു ജോലി കിട്ടാത്തതിൻ്റെ ഈ ഒരു കാരണത്തിനെല്ലാം പിന്നിൽ സൂര്യയാണ് എന്ന കാര്യം അറിഞ്ഞപ്പോഴേക്കും സുധീഷ് ആകെ ഞെട്ടിപ്പോയി. അവൻ്റെ തലയിൽ എന്താ GPS ഉണ്ടോ എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ അവന് വലിയ സ്വാധീനമാണെന്നും തന്നെ അഹങ്കാരത്തോടെ കളിയാക്കിയെന്നും നിധി സങ്കടത്തോടെ പറഞ്ഞു. സുധീഷ് അവനെ ഒന്ന് കാണാൻ പോകട്ടെ എന്ന് ചോദിച്ച് പോവാൻ നോക്കിയെങ്കിലും നിധി അവനെ തടഞ്ഞു നിർത്തി. അതൊരു ഓഫീസാണെന്നും അവിടെ ചെന്ന് പ്രശ്നമുണ്ടാക്കിയാൽ പിന്നെ മറ്റൊരിടത്തും തനിക്ക് ജോലി കിട്ടില്ല എന്നും പറഞ്ഞ് നിധി അവനെ സാന്ത്വനിപ്പിച്ചു. പിന്നെ നിധിയാണെങ്കിൽ വിട്ടുകൊടുത്തില്ല. വേറൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുമ്പോഴാണ് അങ്ങനെ സൂര്യയുമായിട്ടുള്ള ആ അപ്രതീക്ഷിത കൂടിക്കാഴ്ച നിധിയെ മാനസികമായി തളർത്തിയെങ്കിലും സുധീഷിൻ്റെ കരുതൽ അവൾക്ക് വലിയൊരു ആശ്വാസമായി മാറിയിരുന്നു. സൂര്യ പറഞ്ഞ പരിഹാസ വാക്കുകൾ അവളുടെ ഉള്ളിൽ ഒരു തീയായി പുകയുന്നുണ്ടായിരുന്നു. ഒരു ഡ്രൈവറെയും കല്യാണം കഴിച്ച് ഓട്ടോ വീട്ടിൽ കഴിയുന്നു എന്ന അവൻ്റെ വാക്കുകൾക്ക് മറുപടി നൽകേണ്ടത് തളർന്നിരുന്നു കൊണ്ടല്ല, മറിച്ച് തൻ്റെ കരിയറിൽ വലിയൊരു വിജയം നേടിക്കൊണ്ടായിരിക്കണമെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. അടുത്ത കുറച്ച് ദിവസങ്ങൾ നിധി കൂടുതൽ വാശിയോടുകൂടിയാണ് മറ്റ് കമ്പനികളിലേക്ക് അപേക്ഷ അയക്കാൻ തുടങ്ങിയത്. സൂര്യയുടെ സ്വാധീനമുള്ള ആ ഒരു വലിയ കമ്പനിയിൽ നിന്നും അവൾക്ക് ജോലി ലഭിച്ചില്ല എങ്കിലും അവളുടെ കഴിവ് തിരിച്ചറിഞ്ഞ മറ്റൊരു പ്രമുഖ ആർക്കിടെക്ചർ ഫേം അവളെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇത്തവണ സുധീഷ് അവളെ കൊണ്ടുവിട്ടത് ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളോടെയാണ്. ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നവരെല്ലാം തന്നെ നിധിയുടെ പോർട്ട്ഫോളിയോ കണ്ടിട്ട് അതിശയിച്ചു പോയി. അവളുടെ ഡിസൈനിലെ പുതുമയും കൃത്യതയും അവർക്ക് വളരെയധികം ബോധ്യപ്പെട്ടു. അവിടെ അവൾക്ക് മുൻപ് വാഗ്ദാനം ചെയ്യപ്പെട്ടതിനേക്കാൾ മികച്ച സാലറിയിൽ സീനിയർ ആർക്കിടെക്ട് ഡിസൈനറായി തന്നെ ജോലി ലഭിച്ചു. ജോലി കിട്ടിയ വാർത്ത അറിഞ്ഞുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും ചെറിയൊരു ആഘോഷം തന്നെ നടത്തി. ആദ്യത്തെ ശമ്പളം കിട്ടിയ ദിവസം തന്നെ നിധി നേരെ പോയത് അവൾ പണ്ട് പറഞ്ഞതുപോലെ സുധീഷിനും കുടുംബത്തിനും വേണ്ട സമ്മാനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. സുധീഷിന് അവൾ സ്പെഷ്യലായിട്ട് ഏറ്റവും പുതിയ മോഡൽ ഒരു ബൈക്ക് തന്നെ സമ്മാനമായി നൽകി. അത് കണ്ടപ്പോൾ സുധീഷിൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞുപോയി. നീ ഇത് ശരിക്കും വാങ്ങിയല്ലേ നിധി എന്ന് ചോദിച്ചപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ് സുധീഷ്, ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ നമുക്ക് ഒരുമിച്ച് കാണാനുണ്ട് എന്നായിരുന്നു നിധിയുടെ മറുപടി. മാസങ്ങളങ്ങനെ കടന്നുപോയി. നിധി ആ കമ്പനിയിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥയായി മാറിയിരുന്നു. ഒരു ദിവസം അവളുടെ കമ്പനിക്ക് ഒരു വലിയ പ്രോജക്റ്റ് ലഭിച്ചു. ഒരു ആഡംബര റിസോർട്ട് ഡിസൈൻ ചെയ്യാനുള്ള കരാറ്. പ്രോജക്റ്റ് മീറ്റിങ്ങിനായി നിധി തൻ്റെ ടീമിനൊപ്പം തന്നെ സൂര്യയുടെ ഓഫീസിലേക്ക് എത്തി. അന്ന് തന്നെ അപമാനിച്ച അതേ റൂമിലേക്ക് അവൾ കടന്നു ചെന്നത് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെയാണ്. ഫയലുകൾ മേശപ്പുറത്ത് വെച്ച് അവൾ തൻ്റെ ഡിസൈനുകൾ പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സൂര്യയ്ക്ക് പിന്നെ ഒന്നും മിണ്ടാൻ പോലും കഴിഞ്ഞില്ല. നീ പറഞ്ഞത് ശരിയാണ് സൂര്യ, കർമ്മം എന്നൊന്നുണ്ട്. പക്ഷേ അത് എന്നെ തളർത്താനല്ല, നിനക്ക് മുൻപിൽ തലയുയർത്തി നിൽക്കാൻ എന്നെ പ്രാപ്തയാക്കാനാണ് വന്നത് എന്ന് അവൾ ശാന്തമായി പറഞ്ഞു. സൂര്യയുടെ മുഖം വിളറി വെളുത്തു. തൻ്റെ പണത്തേക്കാളും സ്വാധീനത്തേക്കാളും വലുത് ഒരാളുടെ കഠിനാധ്വാനമാണെന്നും ആത്മവിശ്വാസമാണെന്നും അവൻ തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ ആ ഒരു വലിയ പ്രോജക്റ്റ് ഭംഗിയായി തന്നെ പൂർത്തിയാക്കി നിധി തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയക്കൊടി പാറിപ്പിച്ചു. സുധീഷിൻ്റെ കയ്യും പിടിച്ച് തൻ്റെ പുതിയ കാറിൽ അവൾ പഴയ ഓഫീസിന് മുന്നിലൂടെ പോകുമ്പോൾ നിധിക്ക് പോലും തോന്നി തുടങ്ങി ഇതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പി എൻഡിങ് എന്ന്. അങ്ങനെ അവൾ സുധീഷിൻ്റെ കാറിൽ കയറിയതോടുകൂടി തന്നെ സുധീഷ് അവളോട് ചോദിച്ചു, എന്താ നിധി, ആ പഴയ HR റൂമിലെ സിംഹത്തെ നീ കണ്ടോ എന്ന് ചോദിക്കും. നിധി സുധീഷിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കണ്ടു സുധീഷ്, പക്ഷേ അവിടെ ഞാൻ കണ്ടത് സിംഹത്തിനെയല്ല, വെറും ഒരു എലിയെ മാത്രമായിരുന്നു എന്ന് പറയും. കാർ അങ്ങനെ പതുക്കെ മുന്നോട്ട് നീങ്ങി. വിൻഡോ സൈഡിലൂടെ സൂര്യ ജനാൽക്കൽ നിന്ന് അവരെ തന്നെ നോക്കി നിൽക്കുന്നത് കാണാമായിരുന്നു. അന്നേരം സൂര്യയെ കാണിക്കാൻ വേണ്ടി തന്നെ നിധി നേരെ സുധീഷിൻ്റെ തോളിലേക്ക് തല ചായച്ചുകൊണ്ട് പറഞ്ഞു, നമുക്കിനി വീട്ടിലേക്ക് പോവാമെന്ന് പറയും. ഏട്ടന്മാർക്കും അനിയന്മാർക്കും വേണ്ടി ഞാൻ കൊടുക്കാൻ കുറേ അധികം സർപ്രൈസുകൾ കൂടി എടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ നേരെ വീട്ടിലേക്ക് പോവാണ്. നിധിയുടെ മുഖത്താണെങ്കിൽ തൻ്റെ സ്വപ്നങ്ങളെല്ലാം തന്നെ കീഴടക്കിയ ആ ഒരു ആത്മസംതൃപ്തി നിറഞ്ഞു നിന്നിരുന്നു. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.